ഹലോ. അതെ, ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം അമീഗുറുമി നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാം. ഒരു പാറ്റേണും പഠിക്കേണ്ട, നമ്മളുടെ ഓണായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ക്ലാസ് തുടങ്ങാം. കൂടെ പോന്നോ? അപ്പോൾ ഞാനിവിടെ മാജിക് റിങ് എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് 6 സ്റ്റിച്ച് ഞാനിവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ ഫസ്റ്റ് സ്റ്റിച്ചിൽ കൂടെ ഇൻക്രീസിങ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഈ 6 സ്റ്റിച്ചിൽ ആദ്യത്തെ സ്റ്റിച്ച്, ദാറ്റ് മീൻസ് ആദ്യത്തെ സ്പേസ് കൂടെ നീഡിൽ അതെ കിടത്തുകയാണ്. ഫസ്റ്റ് സ്റ്റിച്ചിൽ കൂടെയാണ് കേട്ടോ കിടത്തുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റിച്ചിൽ കൂടെ ഞാനിവിടെ കിടത്തി. അതിനുശേഷം എന്ത് ചെയ്തു? യാണിനെ പുൾ ത്രൂ ചെയ്തു. ഇപ്പം നമുക്ക് 2 ലൂപ്പ് കിട്ടി. ദെൻ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു അല്ലേ. അപ്പം അതേ സ്റ്റിച്ചിൽ കൂടെ തന്നെ ഒരു തവണയും കൂടി നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു സെയിം പ്രോസസ്സ് റിപ്പീറ്റഡ് ആക്കുക. ഇതിനെയാണ് ഇൻക്രീസിങ് എന്ന് പറയുന്നത്. അപ്പം നമ്മളിത് ചെയ്ത് വരുമ്പം മൊത്തത്തിൽ ഞാൻ 6 സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഓരോ സ്റ്റിച്ചിൽ കൂടിയും 2 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? മൊത്തം 12 സ്റ്റിച്ച് വരും അല്ലേ. ഇനി ആ 12 സ്റ്റിച്ച് കൂടെ വീണ്ടും സിംഗിൾ ക്രോഷ്യ 2 ചെയ്ത് കഴിഞ്ഞാൽ 24 സ്റ്റിച്ച് വരും. സോ ഇതിനെയാണ് എന്ത് പറയുന്നത്? ഇൻക്രീസിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ആ സ്പേസ് കൂടെ തന്നെ 2 സിംഗിൾ ക്രോഷ്യ എടുത്തിട്ടുണ്ട്. അതായത് ഓരോ സ്റ്റിച്ചിൽ കൂടെയും 2 സിംഗിൾ ക്രോഷ്യ എടുക്കുക. അതിനെയാണ് എന്ത് പറയുന്നത്? ഇൻക്രീസിങ് എന്ന് പറയുന്നത്. അപ്പോൾ സിംഗിൾ ക്രോഷ്യയിൽ ഇൻക്രീസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതുപോലെ തന്നെ ഈ ഒരു റിങ് മൊത്തത്തിലങ്ങ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഈ ഒരു സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. സോ അങ്ങനെ ഞാൻ മൊത്തം ചെയ്തെടുത്തു കേട്ടോ. ഇൻക്രീസിങ് മൊത്തം ചെയ്തെടുത്തതാണ് ഈ കാണുന്നത്. അതായത് അപ്പം നമുക്ക് മാജിക് റിങ്ങിൽ ഫസ്റ്റ് 6 സ്റ്റിച്ച് ഇട്ടു. അതിനുശേഷം ഓരോ സ്പേസിലും 2 സ്റ്റിച്ച് വരുമ്പം എന്തായി? 12 സ്റ്റിച്ചായി അല്ലേ. സോ അങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുക. ഇനി അടുത്ത സ്റ്റിച്ചിൽ വീണ്ടും ഇൻക്രീസ് ചെയ്യുവാണ്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ ഈ ഒരു റൗണ്ട് വലുതായി വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഹെഡും അതെല്ലാം ഇതാക്കാം. ഇനി ഡിക്രീസിങ് എങ്ങനെയാണെന്ന് നോക്കാം. അത് കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് അത് ഞാൻ നിങ്ങൾക്ക് നേരെ പറഞ്ഞു തരാം. നിങ്ങൾ സ്ക്രീനിൽ നേരെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഇത് ഞാൻ വീണ്ടും ചെയ്യുന്നത് ഇൻക്രീസ് തന്നെയാണ്. ഇപ്പോൾ ഫസ്റ്റ് സ്പേസിൽ വീണ്ടും 2 ചെയ്തു, 2 സിംഗിൾ ക്രോഷ്യ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇൻക്രീസിങ് എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലേ. ഓക്കെ. ഇനി ഇത് ഡിക്രീസിങ്, അതായത് അടുത്ത സ്പേസിൽ ഫ്രണ്ട് ലൂപ്പോ അല്ലെങ്കിൽ ബാക്ക് ലൂപ്പ് കൂടെ നമ്മൾ നീഡിൽ കിടത്തുക. ഇപ്പോൾ അടുത്ത സ്പേസിൽ ആദ്യത്തെ ഫ്രണ്ട് ലൂപ്പ് കൂടെ ബാക്ക് ലൂപ്പ് കൂടെ ഞാൻ നീഡിൽ കിടത്തി. നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാനാണ് കേട്ടോ. ആദ്യത്തെ ആദ്യത്തെ ലൂപ്പ് കൂടെ കിടത്തി. അടുത്ത സ്പേസിൽ അടുത്ത ലൂപ്പ് കൂടെയും കിടത്തി. അതായത് ബാക്ക് ലൂപ്പ് കൂടെ എടുക്കുന്നത്, ഫ്രണ്ട് ലൂപ്പ് കൂടി എടുക്കുക, ബാക്ക് ലൂപ്പ് കൂടി എടുക്കുക. എന്നിട്ട് അതിനെന്ത് ചെയ്യുക? ഇപ്പോൾ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഇപ്പോൾ 2 ലൂപ്പായി. ആ 3 ലൂപ്പിനെ ഫസ്റ്റ് 2 ലൂപ്പ് കൂടെ വലിച്ചു. പിന്നെ ഇപ്പോൾ ഒരു 2 ലൂപ്പും കൂടിയായി. മനസ്സിലായോ? അപ്പം ഇതാണ് ഡിക്രീസിങ് എന്ന് പറയുന്നത്. ഒന്നും കൂടി നോക്കാം. ശ്രദ്ധിച്ചിരിക്കുക. അടുത്ത ഇതിൽ ഡിക്രീസ് എങ്ങനെ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്ക് ലൂപ്പ് കൂടെ നമ്മൾ നീഡിൽ കിടത്തി. അതുപോലെ തന്നെ ആ സെയിം നീഡിൽ അടുത്ത സ്പേസിലെയും ബാക്ക് ലൂപ്പ് കൂടെ കിടത്തി. ഇപ്പം നമുക്ക് 3 ലൂപ്പ് കിട്ടും. അതിൽ ആദ്യത്തെ 2 ലൂപ്പിന് നമ്മൾ നീഡിൽ കിടത്തുക. ഇപ്പോൾ എഗെയിൻ 2 ലൂപ്പ് കിട്ടും. സോ അതിനെയും പുൾ ത്രൂ ചെയ്തിട്ട് വലിച്ചെടുക്കുക. സോ ഇതാണ് ഡിക്രീസിങ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെറുതായിട്ട് വരും. അപ്പം നമുക്ക് ഇൻക്രീസ് എന്താ ഡിക്രീസ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഉണ്ടാക്കുന്ന അമീഗുറുമി വലിപ്പമാക്കാം, ചെറുതാക്കാം. അങ്ങനെ നമ്മളുടെ ഓണായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ അമീഗുറുമി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയുന്നതാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്, ഷെയർ. താങ്ക് യു.